വെൽക്കം ടു Jionah-Tech വിങ്. എക്സൽ ഫോർമുലയുടെ പാർട്ട് 1 വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സം ഫോർമുലയാണ്. സം ഫോർമുല എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ഈസിയാണ്. ഹൗ ടു യൂസ് എന്നുള്ളത് നോക്കാം. ഈക്വൽ സം ബ്രാക്കറ്റ്, ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സെൽസിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അതിനുശേഷം ഓരോ സെൽസ് നമ്പർ കഴിയുമ്പോഴും കോമ കൊടുക്കുക. കോമ കൊടുത്തതിന് ശേഷം ക്ലോസ് ബ്രാക്കറ്റ്, അതായത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സമ്മറി കിട്ടും. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഇപ്പം ഞാൻ ചെയ്തതുപോലെ ആ ബ്രാക്കറ്റ് രണ്ടെണ്ണം കൊടുത്തതിന് ശേഷം അത് ഫുള്ളായിട്ട് മൗസ് വെച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാലും എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ഫോർമുലയാണ് സം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മാക്സ് ഫോർമുല. ഈ ഫോർമുലയും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറേ സെൽസിലുള്ള ഡേറ്റയിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ളത്, അതായത് മാക്സിമം വാല്യൂ ഉള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ഫോർമുല, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫോർമുലയാണ് മാക്സ് ഫോർമുല. ഇത് മാക്സിമം, ഇതിപ്പോൾ നമുക്ക് മാക്സ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തിട്ട് ഈക്വൽ മാക്സ് ബ്രാക്കറ്റിൽ നമുക്ക് ഏത് സെൽസിൻ്റെ ആണ്, എത്ര സെൽസാണ് നമുക്ക് എൻ്റെ ക്വാണ്ടിറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ആ സെൽസ് എല്ലാം മൗസ് വെച്ച് ഡ്രാഗ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തിൽ ഹയസ്റ്റ് വാല്യൂ നമുക്ക് അതിനകത്തിൽ ഏതാണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഈസിയാണ്, വളരെ ഉപയോഗമുള്ളതാണ്. താങ്ക് യു. മിൻ ഫോർമുല എങ്ങനെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോയിലുള്ള വാല്യൂവിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്നുള്ളത് നമുക്ക് വളരെ വേഗം സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് മിൻ ഫോർമുല. ഈക്വൽ മിനിമം ബ്രാക്കറ്റ് നിങ്ങളുടെ ആ ഒരു സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മിനിമം വാല്യൂ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. വളരെ ഈസി ആയിട്ട്, വളരെ ബൾക്കായിട്ടുള്ളൊരു എൻട്രി ആണെന്നല്ല, അതിനകത്ത് നിന്ന് മിനിമം വാല്യൂ ഏതാണെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു ഫോർമുലയാണ് മിൻ ഫോർമുല. താങ്ക് യു. ലാർജ് ഫോർമുല എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ലാർജ് ഫോർമുലയുടെ ഫോർമാറ്റ് ഈക്വൽ ലാർജ് സ്പേസ് നമ്മുടെ ഏത് സെൽസിൻ്റെയൊക്കെയാണ് ഫോർമുലയിലെ ഏത് സെൽസിൻ്റെ നമ്പേഴ്സിൻ്റെ വാല്യൂ, ഏറ്റവും കൂടിയ വാല്യൂ ഏതാണ് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണ് അറിയേണ്ടത്. അതിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് ഇപ്പം 10ാമത്തെ കോളത്തിലെയാണ് അറിയേണ്ടതെങ്കിൽ 10ാമത്തെ വാല്യൂ ഏറ്റവും ഇപ്പം 1 2 3 4 എണ്ണി തുടങ്ങിയാൽ എനിക്ക് 10ാമത്തെ വാല്യൂ ഹയസ്റ്റ് 10ാമത്തെ വാല്യൂ ഏതാണെന്ന് അറിയണമെങ്കിൽ 10 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് 10ാമത്തെ വാല്യൂ ആണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ അതിനകത്തിൽ ഇപ്പം 2ാമത്തെ കൊടുത്തു, ഇനി ഞാൻ 1ാമത്തെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ അതിനകത്തിൽ 550 ആണ് ഹയസ്റ്റ് വാല്യൂ, അത് നമുക്ക് കിട്ടും. ഇതുപോലെ എത്ര വാല്യൂ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തിൽ ഈസിയായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു കമാൻഡാണ്. ഇതിന് ഞാൻ ഇനി 3 4 5 6 കൊടുത്താൽ തന്നെ അതിൻ്റെ കറക്റ്റായിട്ട് എത്ര ഹയസ്റ്റായിട്ട് 5ാമത്തെ വാല്യൂ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ചു തരും. സ്മാൾ ഫോർമുല ഇത് യൂസ് ചെയ്യുന്നത് ഒരു ആരയിലുള്ള അല്ലെങ്കിൽ ഒരു ശൃംഖലയിലുള്ള വാല്യൂവിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ, ചെറിയ വാല്യൂ ഏതാണ്, അതിനുശേഷമുള്ള ചെറിയ വാല്യൂ ഏതാണ്. ഒരു 10 അക്കൗണ്ടെങ്കിൽ അതിനകത്തിൽ ഏറ്റവും ചെറുതാണ്, അതിനുശേഷമുള്ള ചെറിയ വാല്യൂ ഏതാണ്, അതിനുശേഷമുള്ള ചെറിയ വാല്യൂ ഏതാണ് എന്നും നമ്മൾ കൗണ്ട് ചെയ്യുന്നതിൽ നല്ലത് ഈ സ്മാൾ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ഫുള്ള് സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം കോമ കൊടുത്തിട്ട് ആ വാല്യൂ നമ്മൾ അറിയേണ്ട 10ാമത്തെ വാല്യൂ ആണെങ്കിൽ 10ാമത്തെ ചെറിയ വാല്യൂ ഏതാണെന്ന് വെച്ചാൽ 10 കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ നമുക്കറിയാൻ സാധിക്കും. 50 കോളം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ 5ാമത്തെ 10ാമത്തെ 20ാമത്തെ വാല്യൂ നമുക്കറിയാൻ സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. എല്ലാവർക്കും ആവറേജ് ഫോർമുല. ഈ ഫോർമുല എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മൾ എന്തിൻ്റെയാണ് ആവറേജ് കാണേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ കൊടുക്കുക. ആവറേജ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുക. കമാൻഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതൊക്കെ സെൽസിൻ്റെയാണ് ആവറേജ് കാണേണ്ടത് ആ സെൽസ് നമ്മൾ സെലക്ട് ചെയ്യുക. 1 by 1 ആയിട്ട് സെലക്ട് ചെയ്തിട്ട് കോമ കൊടുത്ത്
അതിൻ്റെ കോമ കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് കാണാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് കൊടുത്ത് ബ്രാക്കറ്റ് സെലക്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം മൗസ് ഡ്രാഗ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താലും നമുക്കിതിൻ്റെ സമ്മറി കിട്ടുന്നതാണ്, അതിൻ്റെ ആവറേജ് എത്രയാണെന്ന് കിട്ടുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു കമാൻഡാണിതും. താങ്ക് യു. കൗണ്ട് ഫോർമുല. ഈ കൗണ്ട് ഫോർമുലയും വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈക്വൽ കൗണ്ട് ബ്രാക്കറ്റ്, എന്നിട്ട് നമുക്ക് എത്ര സെൽസ് ഉണ്ട്, നമുക്ക് എവിടെ വരെ സെലക്ട് ചെയ്യണം, ഇതിൻ്റെ കൗണ്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്പേഴ്സ് മാത്രം ഇത് കൗണ്ട് ചെയ്തിട്ട് എത്ര സെൽസ് ഉണ്ട്, എത്ര നമ്പറുള്ള സെൽസ് ഉണ്ട് എന്ന് മാത്രം അത് കാണിച്ചു തരും. ആ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 എണ്ണം 6 നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ലെറ്റേഴ്സും ഡേറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യാതെ എത്ര നമ്പേഴ്സ് മാത്രം ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്ത് അതിൻ്റെ ടോട്ടൽ കൗണ്ട് ചെയ്ത് എത്രയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ നമുക്ക് സമ്മറി ആയിട്ട് കിട്ടും. അതാണ് കൗണ്ട് ഫോർമുല. ഓക്കെ, താങ്ക് യു. കൗണ്ട് ഫോർമുല കഴിഞ്ഞാൽ കൗണ്ട എന്ന ഫോർമുല. കൗണ്ട ഫോർമുല വളരെ ഈസിയാണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈക്വൽ കൗണ്ട കൊടുത്തിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ ആ സെൽസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക. പൂർണ്ണമായിട്ടും സെലക്ട് ചെയ്യണം. ഞാൻ അത്രയല്ല, പൂർണ്ണമായിട്ടും എത്ര പേരെ നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും സെലക്ട് ചെയ്യുക. സൈഡിലേക്ക് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് എത്രയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര സെൽസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കാണിച്ചിട്ട് നമുക്കത് എണ്ണി തിട്ടപ്പെടുത്താവുന്നതാണ്. 1 2 3 4 5 6 7 8 9 കോളം അതിനകത്തിൽ ക്ലിയറായിട്ട് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് എത്രയാണെന്ന് വെച്ചാൽ അതാണ് കൗണ്ട് ഓഫ് ഫോർമുല. വളരെ ഈസിയാണ്. കൗണ്ട് ബ്ലാങ്ക് ഫോർമുല. ഈ ഫോർമുല ഉപയോഗിക്കുന്നത് സെൽസിൽ എത്ര ബ്ലാങ്ക് സെൽസ് ഉണ്ട്, ടോട്ടൽ ഹൗ മെനി സെൽസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ, എത്ര സെൽസ് ഉണ്ട് ബ്ലാങ്കായിട്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയാണ് കൗണ്ട് ബ്ലാങ്ക് എന്നുള്ള ഫോർമുല. ഇത് വളരെ ഈസിയായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫോർമുലയാണ്. വളരെ ഈസിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ചാനലിൻ്റെ പേര് Jionah-Tech വിങ്, ഫേസ്ബുക്ക് പേജ് ജിയോണ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.